ഇടപക്ഷവുമായി മുസ്ലിം ലീഗ് ബന്ധപ്പെട്ടത് MP ആയിട്ടുള്ള കാലത്തല്ലല്ലോ. ആയിരത്തി പിന്നെ ബാപ്പക്കത്തങ്ങളുടെ കാലത്ത് ആണല്ലോ 1967 ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണല്ലോ മുസ്ലിം ലീഗിന് അതിൻ്റെ ഒരു ഭരണ പങ്കാളിത്തം ഒന്ന് രുചിക്കാൻ സാധിച്ചത്. ഒക്കെ ബാപ്പക്കത്തങ്ങളുടെ CD സാഹിബിൻ്റെ NV അബ്ദുസലാം മൗലവിയുടെ ആ ഒരു നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ MP ഹാജി സാഹിബ്. അത് സ്റ്റേറ്റ് മുസ്ലിം ലീഗിൻ്റെ ഖജാൻജിയായിരുന്നു. മെഡ്രാസിൽ അഹമ്മദ് റെസ്റ്റോറൻറ്റും അവിടെ ഗോൾഡൻ ബിസ്ക്കറ്റ് ഫാക്ടറിയാണ്. പിന്നെ സാമ്പത്തിക സ്രോതസ്സൊക്കെ അധ്വാനിച്ചതൊക്കെ മദ്രാശിയിലാണ്. അതിൻ്റെ ഫലമായിട്ടുള്ള അത് അത്യാധിക്കുള്ള പ്രധാനപ്പെട്ട ഗുണം ചെയ്യുന്ന കാര്യത്തിലുള്ള ഇഖ്ലാസാണ്. സ്വയം ബോധ്യപ്പെട്ട ഒരു സംഗതിയിൽ ആത്മാർത്ഥമായിട്ട് ഉറച്ചു നിൽക്കും. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൽ മുമ്പ് ഉറച്ചു നിന്നത്. മുസ്ലിം ലീഗിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ, ആസൂത്രണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഖായിദ മില്ലത്തിൻ്റെ കൂടെ തന്നെ, മില്ലത്ത് മദ്രാസിലായിരുന്നത് കൊണ്ട് അവർക്കെപ്പോഴും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സ്വാർത്ഥം ഉണ്ടോ. അങ്ങനെയാണ് നമ്മൾക്കിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ അടിസ്ഥാന ആദർശങ്ങളിൽ നിന്ന് പ്രവർത്തന രൂപത്തിൽ അതിൻ്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ആയ ആളുകൾ ഇതിൻ്റെ സ്ഥാപക നിയ്യത്തിൻ്റെ അപ്പുറത്തേക്ക് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ദുരുപയോഗം ചെയ്യുന്ന ഒരു ശീലം കടന്നു വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതൊരിക്കലും എനിക്ക് ഇഷ്ടപ്പെടുമായിരുന്നില്ല. അവസാനം മുസ്ലിം ലീഗ് രണ്ടാകേണ്ടി വന്നല്ലോ. അപ്പോൾ അതിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കാൻ അദ്ദേഹം തയ്യാറായത് നിർബന്ധം കൊണ്ടാണെങ്കിൽ പോലും അദ്ദേഹം മടിച്ചു നിൽക്കുക അല്ല ഉണ്ടായത്. അത് ആവശ്യമാണ്, അത് ശരിയായ രീതിയിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെയാണ് അഖിലേന്ത്യാ ലീഗിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. പിന്നെ കുറേ MLA-മാരുണ്ടാക്കി, മന്ത്രിസ്ഥാനം വരെയുള്ള ഭരണ പങ്കാളിത്തമുണ്ടാക്കി. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഇടതുപക്ഷവുമായി മുസ്ലിം ലീഗ് ബന്ധപ്പെട്ടത് MP ആയിട്ടുള്ള കാലത്തല്ലല്ലോ. ആയിരത്തി പിന്നെ ബാപ്പക്കത്തങ്ങളുടെ കാലത്ത് ആണല്ലോ 1967 ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണല്ലോ മുസ്ലിം ലീഗിന് അതിൻ്റെ ഒരു ഭരണ പങ്കാളിത്തം ഒന്ന് രുചിക്കാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാന ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്ത നിലയിൽ മുസ്ലിം ലീഗിന് ഈ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് പ്രവർത്തിക്കാൻ സൗകര്യം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് 67 ചെയ്തത്. അത് തന്നെ പിന്നീട് മറ്റു ചില പ്രവണതകൾ കാരണം മുസ്ലിം ലീഗിന് ആ ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നു. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം രാജ്യം ഭരിക്കുക എന്നുള്ളതാണോ, ഭരണം നടത്തുക എന്നുള്ളതാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം. പക്ഷെ മുസ്ലിം ലീഗ് ലക്ഷ്യം ഭരണം നേടുക എന്നുള്ളതോ ഭരണം നടത്തുക എന്നതോ അല്ല. ഏത് ഭരണം വന്നാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെയും നീതിപൂർവമായ ആയിരിക്കണം ഭരണം എന്ന സാക്ഷ്യം, ആ സാക്ഷ്യം നിലനിർത്തുക എന്നാണ് മുസ്ലിം ലീഗ് എപ്പോഴും വാച്ച് ചെയ്യാനൊരു അതിനൊരു കൂട്ടർ ആവശ്യമാണ്. ഇല്ലെങ്കിൽ എന്താ ഈ ഏകാധിപത്യം വരും, സ്വേച്ഛാധിപത്യം വരും, ജനാധിപത്യം എന്ന പേരും പറഞ്ഞിട്ട് സ്വേച്ഛാധിപതികളായി മാറും. നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം അതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോഴാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകാൻ വേണ്ടിയാക്കി. മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കൗൺസിലർമാരുടെ യോഗം തിരൂരങ്ങാടിയിൽ വിളിച്ചു കൂട്ടി. അതിൽ വെച്ചിട്ട് തീരുമാനം അനുസരിച്ചാണ് സംഘടന വേറൊന്നും ആവുന്നത്.
അതിലൊന്നും അപ്രായോഗികമായിട്ടൊന്നുമില്ല. അതൊക്കെ പ്രായോഗിക രംഗത്ത് സംഘടനാ തലത്തിൽ ആവശ്യമായ ഒരു ഘട്ടം തന്നെയായിരുന്നു. അത് സംശയമില്ല. അത് കുറെ പാഠം പലരും പഠിക്കേണ്ടവർ പഠിച്ചിട്ടുണ്ട്. അത് പിന്നെ ഉള്ളവർക്കൊരു പാഠം തന്നെയാണ്. ആ ജാഗ്രത പാലിക്കാതിരുന്നാൽ സംഘടന ഒരു ബഹുജന സംഘടനയാണല്ലോ കാര്യത്തിൽ. പക്ഷെ ഇത്ര പെർഫെക്റ്റായിട്ട് വ്യക്തി ജീവിതത്തിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിം എന്നുള്ള പേരിൻ്റെയും അന്വർത്ഥമായ രീതിയിൽ ജീവിക്കാൻ അദ്ദേഹം വളരെ കർശനമായിരുന്നു എന്നുള്ളതായിരുന്നു. അതിനുള്ള മനക്കരുത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മനക്കരുത്ത് അതും ഒരു മകൻ്റെ സമതിൻ്റെ വിഷയത്തിലൊക്കെ അപകടത്തിൽ അതൊക്കെ ഒരു മനസ്സാന്നിധ്യത്തോടു കൂടി കരളുറപ്പോടു കൂടി അതിലൊക്കെ നേരിട്ട് കൊണ്ടുപോയല്ലോ. തളർന്നു പോയിട്ടില്ല, എവിടെയും തളർന്നു പോയിട്ടില്ല. എനിക്ക് അത്രയും ഒരു കരുത്തനായ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. നല്ല കരുത്തനായിരുന്നു. അവൾ 1951 ഹജ്ജിന് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ഹജ്ജിന് ഞാൻ പിന്നെ അന്ന് നേതാക്കന്മാർ കൂടെ MK ഉണ്ടായിരുന്നു. MKൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. പിന്നെ സയ്യിദ് ബാഫക്കി തങ്ങൾ മന്ത്രിയായിരുന്ന PM അബൂബക്കറിൻ്റെ ഉമ്മ, PM അബൂബക്കറിൻ്റെ ഭാര്യ, അങ്ങനെ നേതാക്കന്മാർ ആ ഹജ്ജിന് CH വന്നിരുന്നു കാലത്ത്. അയാൾ പറയുന്നത് വെച്ചാൽ അപ്പാളത്തിലും അദ്ദേഹത്തിൻ്റെ ആ നടപടികളും നിലപാടുകളും ഒക്കെ വളരെ മാതൃകാപരം തന്നെയായിരുന്നു. വളർന്നു വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകന്മാർക്ക് വളരെ മാതൃകയായിരുന്നു ഇന്ത്യയാക്കിയത്. 1921 വളരെ ത്യാഗം സഹിച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് സ്ഥലം വിടേണ്ടി വന്ന അതൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കുക എന്നുള്ളൊരു വിനോദമായിരുന്നു. കള്ളക്കേസുകളായിരുന്നു അന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും പ്രധാനപ്പെട്ട അത്. അപ്പോൾ ആ രീതി എന്നിട്ട് തന്നെ തളർന്നു പോയിട്ടില്ല. മനസ്സിലായിട്ട് അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ തന്നെ കുറച്ച് പോരാട്ടം എന്ന നിലക്കായിരുന്നു ജീവിതം. മനസ്സിലായത് അത് മതനിഷ്ഠയിലും വാഗ്ദത്വ പാലനത്തിലും മര്യാദ പാലിക്കുന്ന കാര്യത്തിലും ആത്മാർത്ഥത ഏത് കാര്യത്തിലും സ്വയം ബോധ്യപ്പെട്ട സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്ഥൈര്യം ഉള്ള ഒരു വ്യക്തിത്വം ആയിരുന്നു MK. അതിൻ്റെ ഫലം തന്നെയാണ് തിരുവനങ്ങാടിയിൽ പിന്നീടുണ്ടായ എല്ലാ വിദ്യാഭ്യാസ മത സാമൂഹ്യ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ഒക്കെ വളർച്ചയ്ക്ക് കാരണം അത് തന്നെയായിരുന്നു. മന്ത്രിയായിരിക്കുമ്പോൾ ഈ മദ്യനയ ബന്ധപ്പെട്ടിട്ട് തങ്ങൾ പറഞ്ഞു അത് നമ്മൾ പ്രശ്നമാക്കേണ്ടിയില്ല, കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാർ എതിർത്തു. ബാഫി തങ്ങൾ പറഞ്ഞു അത് നമുക്ക് ഇത്ര പ്രശ്നമാക്കേണ്ടിയില്ല, നമുക്ക് മന്ത്രിസഭയിൽ തുടരാം. ഈ മദ്യനയ ബന്ധപ്പെട്ട് അല്ല CH മന്ത്രിയായിരിക്കെ BMS മദ്യവുമായി ബന്ധപ്പെട്ട ആ നയത്തിൽ നമ്മൾ രാജിവെക്കണമെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞപ്പോൾ ബാഫി തങ്ങൾ പറഞ്ഞ രാജിവെക്കേണ്ടിയില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇത് പറഞ്ഞപ്പം ബാഫക്കി തങ്ങൾ പറയുന്ന തീരുമാനം അനുസരിക്കാത്ത ആൾക്കാർ ഇറങ്ങി പോകുന്നതാണ്. MK ഹാജി പറഞ്ഞു ബാഫക്കി തങ്ങൾ എടുക്കുന്ന തീരുമാനത്തെ യോജിക്കാത്ത ആൾക്കാർക്ക് ഇറങ്ങി പോവാം, മുസ്ലിം നിന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞ. അപ്പോൾ ബാഫക്കി തങ്ങൾ എന്താണ് പറയുന്നത് അത് കുറച്ച് നിൽക്കണം എന്നുള്ളതാണ് സംഘടന ശക്തപ്പെടുന്ന നിലപാട്. മുസ്ലിം ലീഗിന്റെ ലീസിനോട്ട് എഴുതിയിട്ട് തുടരുക ചെയ്തത്. നമ്മൾ പാർട്ടി അതിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭരണം തുടർന്നു. അപ്പോൾ ഈ നമ്മൾ ഈ ഒരു ശരീരത്തെ നിയമം നടപ്പാക്കാൻ വേണ്ടി അല്ലല്ലോ, ഇവിടുത്തെ ജനാധിപത്യവും ഇവിടുത്തെ അവസ്ഥക്കനുസരിച്ചുള്ളതല്ലേ ഇവിടെ നടപ്പാക്കാൻ പ്രായോഗികമാവുള്ളൂ. ഇതുകൊണ്ട് നമ്മൾ കടുംപിടുത്തം കാര്യമല്ല. പക്ഷേ പ്രായോഗികമായിട്ട് സംഘടനയ്ക്ക് കിട്ടിയ ഈ സൗകര്യം നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ബുദ്ധി. അതായിരുന്നു സംഘടനാപരമായ അച്ചടക്കം. ഇസ്മായിൽ സാഹിബും തങ്ങളും പറയുമ്പോൾ കേൾക്കണം എന്നുള്ള അതല്ലേ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ വലിയ മാതൃകയാണ്. അപ്പോൾ അത് തുടരണം എന്നത് തന്നെയാണ് എല്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്കും എല്ലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തകന്മാർക്കും ഭാവിയിൽ ആവശ്യമായ സൽഗുണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം മുജാഹിദിന്റെ കേന്ദ്രമിന്റെ പ്രസിഡന്റായിരുന്നു. മൂപ്പരുണ്ടാക്കിയ പള്ളി തറക്കല്ലിടുന്നത് ബാഫക്കി തങ്ങളാണ്.
ബാബത്തങ്ങളാണ് ആ ക്യാമ്പസിലെ പള്ളി ബാബത്തങ്ങളാണ് എനിക്ക് എത്തിങ്ങാനം പിന്നെ എത്തിങ്ങാനം ഉദ്ഘാടനം ചെയ്ത ബാഫിത്തങ്ങളാണ് എത്തിങ്ങാനം ഉദ്ഘാടനം ചെയ്യുന്നത് ബാഫിത്തങ്ങൾ. അതൊക്കെ സമുദായത്തെ ഒന്നായി കാണാനുള്ള ഒരു കാഴ്ചപ്പാടാണ്. തനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ വേറെ ഉണ്ടാകാം. അത് സമുദായത്തെ ഒന്നായി കാണുക എന്നുള്ളത് വിശാല മനസ്കതയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അല്ലാഹുതആല ആഖിറം നന്നാക്കി കൊടുക്കട്ടെ, മഹബത്തും മർഹമത്തും കൊടുക്കട്ടെ. മാതൃകാ ജീവിതം കാഴ്ചവെച്ച് മൺമറഞ്ഞു പോയിട്ടുള്ള ഒരു അനേകം നേതാക്കന്മാർ നമുക്കുണ്ട്. ആ നിരയിൽ മുൻനിരയിൽ തന്നെയുള്ള നേതാക്കന്മാരിൽപ്പെട്ട ആളാണ് എം കെ ഹാജി. മദ്രാസിൽ പിന്നെ നിങ്ങൾ എം കെ ഹാജിയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അത് എങ്ങനെയാണ് എം കെ ഹാജി സാഹിബുമായി മദ്രാസിൽ അങ്ങനെ ബന്ധപ്പെടാൻ എന്താണ് അവസരം ഉണ്ടായത്? എങ്ങനെയാണ്? എളാപ്പ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ വക സംവിധാനങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. മദ്രാസിലാണുള്ളത്. മദ്രാസിൽ KM മൗലവി സാഹിബിൻ്റെ മകൻ ഡോക്ടർ മുഹമ്മദ് അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോൾ മദ്രാസിൽ ആണ് അദ്ദേഹം അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ് ഗോൾഡൻ ബിസ്ക്കറ്റ് ഫാക്ടറി എം കെ ഹാജിയുടെ തന്നെയാണ്. അബൂബക്കർക്കാണ് അതിൻ്റെ മേൽനോട്ടം നടത്തുന്നത്. അപ്പോൾ എന്നോട് അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് അവർക്കുള്ള കത്ത് തന്നു. ഞാൻ ഗോൾഡൻ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ 10-20 തൊഴിലാളികളുണ്ട്. അധികവും തിരുവങ്ങാടിക്കാർ തന്നെയാണ്. ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ നല്ല ഫാക്ടറി, നല്ല ബിസിനസ്സാണ്. അപ്പോൾ ആ കുട്ടികളൊക്കെ മലയാളികളാണല്ലോ. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ അവർക്കൊക്കെ പ്രിയങ്കരനായ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് അവർ നല്ല സ്വീകരണം തന്നെ നൽകി. മുഴുവൻ ഭക്ഷണം അവിടെ തന്നെയാണ്. ഞാൻ പാർപ്പും അവിടെ തന്നെയാണല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് പോകും, പിന്നെ 4 മണിക്ക് 3 മണിക്കൊക്കെ ഒന്ന് പോകാം, വേണമെങ്കിൽ രാവിലെ വേണമെങ്കിൽ ഒന്ന് പോകാം. അവിടെ നിന്ന് ജനറൽ ഹോസ്പിറ്റലിലുള്ള സൗകര്യം എന്താ വെച്ചാൽ വാച്ച്മാൻ ഉണ്ട്. വാച്ച്മാന് അന്ന് 10 പൈസയെ വേണ്ടുള്ളൂ. 10 പൈസ കൊടുത്താൽ എപ്പോഴും പോകാം, കയറ്റി പറഞ്ഞു വരും. അങ്ങനെയുള്ള ഒരു തമിഴന്മാരല്ലേ, വളരെ ഈസിയാണ്. അപ്പോൾ അയാൾക്ക് ഒരു 10 പൈസ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് പോയി വരാൻ കഴിയും. അന്നപ്പോൾ പിന്നെ ഡീപ്പ് എക്സ്റേ അവിടെ മാത്രമേ ഉള്ളൂ. നമുക്ക് മെഡിക്കൽ കോളേജ് ഇവിടെ ആയിട്ടില്ല. അന്ന് പിന്നെ ആ കാലത്ത് ദിനത്തന്തി അവിടെ തമിഴ് പത്രങ്ങൾ ശരിക്കും എല്ലാ ദിവസവും വാങ്ങാൻ കിട്ടും, വായിക്കാൻ കിട്ടും. അന്ന് പിന്നെ ഒരു പ്രമാദമായ ഒരു കൊലക്കേസ് ഉണ്ടായിരുന്നു. സിനിമാ നടന്മാർ പിന്നെ MR രാധ മറ്റൊരു പിന്നെ എം നമ്പ്യാരെയാണോ ഒരു പിന്നെ സിനിമാ നടൻ മറ്റൊരു സിനിമാ നടന് വെടിവെച്ചു എന്നുള്ളതായിരുന്നു കേസ്. കോടതിയിൽ ഭയങ്കരമായ വിചാരണ എല്ലാ ദിവസവും പത്രത്തിൽ വരും. വിചാരണ ഡീറ്റെയിൽ ആയിട്ട് വരും. അന്ന് ഈ നമ്മുടെ കുട്ടികൾ, ബിസ്ക്കറ്റ് ഫാക്ടറിയിലെ കുട്ടികൾ നന്നായി സംസാരിക്കുകയും ചെയ്യുന്നു, തമിഴ് വായിക്കാനും അറിയാം. ഞാനും തമിഴ് വായിക്കാൻ മനസ്സിലാക്കി പോയി. അതാത് ദിവസം അതിന്റെ വിവരങ്ങൾ നേരിട്ടിങ്ങോട്ടയക്കും. ചന്ദ്രിക തോന്നിയിരുന്നു, ചന്ദ്രിക റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ആ പ്രമാദമായ വെടിവെപ്പ് കേസ്, സിനിമാ നടന്മാരുടെ വെടിവെപ്പ് കേസ് ചന്ദ്രിക എന്ന് റിപ്പോർട്ട് ചെയ്യാൻ അന്ന് കഴിഞ്ഞു. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം ചന്ദ്രയിലെ പ്രത്യേകമായ ഒരു പ്രതിഫലം എനിക്ക് തരുകയൊക്കെ ചെയ്തു, ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും. അത്രയും ഉപകാരപ്പെട്ട ഒരു വാർത്ത ആയിരുന്നു അത്. നമ്മുടെ മലയാളത്തിലുള്ള മാതൃഭൂമിയിലും മറ്റു പത്രങ്ങളിലൊന്നും വന്നിരുന്നില്ല. ഇത് ഏറെക്കുറെ പിന്നെ ഏതാണ്ട് എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എഴുത്ത് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി അത് അപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ വായിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. തമിഴ് വലിയ കോടതി നടപടിക്രമങ്ങളും ഒക്കെ ശരിക്കും അത് നന്നായി. അപ്പൊ ആ കാലത്ത് എന്നെ പറ്റുന്ന എന്റെ എല്ലാ ചെലവുകളും അവിടെ തന്നെയാണ്. ബിസ്ക്കറ്റ് ഫാക്ടറി ഏറ്റെടുക്കുക ചെയ്തത്. എം കെ ഹാജിയുടെ സാധനമാണ്. എം കെ ഹാജി ആണ് അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തത്. നമ്മുടെ ചന്ദ്രയുടെ
ഡയറക്ടർ ആയിരുന്നല്ലോ. ആ അപ്പൊ അതുകൊണ്ടാണ് മെഡ്രാസിലായതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു കത്ത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നി. കത്ത് തന്നു. അപ്പോ അതിന്റെ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു. അഹമ്മദ് റെസ്റ്റോറന്റ് അവിടെ ജംഗ്ഷനിൽ ഏറ്റവും നല്ലൊരു റെസ്റ്റോറന്റാണ്. എനിക്ക് നല്ല സ്ട്രോങ് ചായ തന്നെ കിട്ടണം. അപ്പൊ ഞാൻ ഒറ്റക്ക് പോയിട്ട് അവിടെ പിന്നെ അഹമ്മദ് റെസ്റ്റോറന്റിലെ ചായക്ക് പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു 1-2 മാസം മെഡ്രാസിൽ കൂടി പിന്നെ അങ്ങനൊരു അനുഭവമുണ്ട്. എനിക്ക് ഒരു തവണ മാത്രം അവിടെ മെഡ്രാസിൽ വന്നിരുന്നു. അപ്പൊ അത് കണ്ടു, സംസാരിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. ഹോട്ടലിൽ അവിടെ മുംബൈ ക്യാമ്പി എന്ന റൂമുണ്ട്, ഹോട്ടലിന്റെ മുകളിൽ തന്നെ മനസ്സിലായത്. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടും ഹജ്ജിന്റെ കാലത്ത് നമ്മൾ 1981 MKയുടെ ഭാര്യയും അന്ന് നമ്മൾ ഒരുമിച്ച് ഹജ്ജിന് ഒരു റൂമിലാണ് താമസിക്കുന്നത്. അന്ന് MKയുടെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് കേരളത്തിലെ ഭരണകക്ഷിയാണല്ലോ. മന്ത്രിയായിരുന്ന PM അബൂബക്കറും, അപ്പൊ PM അബൂബക്കറിന്റെ ഭാര്യയുണ്ട്, PM അബൂബക്കറിന്റെ ഉമ്മയുണ്ട്, പിന്നെ അദ്ദേഹത്തിന് ഉറ്റ സ്നേഹിതന് അഹമ്മദുണ്ട്. അതേമാതിരി അന്ന് പ്രൊഫസർ മൊയ്തീൻ കുട്ടി അല്ലെങ്കിൽ പ്രൊഫസർ പിന്നെ സൗദ ബീവി ഇവരൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഹജ്ജിന്. അതുപോലെ അടുത്തടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. MK ഹാജിയില് ഭാര്യയും വളരെ സിൻസിയറായിട്ട് പെരുമാറിയുന്ന ഒരു പിന്നെ കുടുംബം ആണ്. മനസ്സിലായത്. അല്ലാഹു തആല അവരുടെ ജീവിതകാലത്ത് ചെയ്ത നന്മകളെല്ലാം റബ്ബ് തആല സ്വീകരിക്കട്ടെ. മാതൃകാ ജീവിതം തന്നെ ആയിരുന്നു അവർ. ഏത് ദർജയിലായാലും ഏത് മേഖലയിലായാലും ആരുമായി ബന്ധപ്പെടുകയാണെങ്കിലും ആ ഒരു തിരൂരങ്ങാടിയുടെ പ്രശസ്തിക്കും അതിന്റെ പുരോഗതിക്കും ആവശ്യമായ അധ്വാനത്തിന്റെ 80% MKന് വ്യക്തിപരമായ അധ്വാനം കബൂൽ ചെയ്യട്ടെ. നിങ്ങളെ പ്രായം ഏറെക്കുറെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർമ്മ ഉണ്ടോ? 90 വയസ്സാണ്. 90ാമത്തെ വയസ്സാണ്. അള്ളാഹു അനുഗ്രഹിച്ചു. നല്ല ആരോഗ്യം ഉണ്ടല്ലോ. 930. ഞാനിവിടെ നമ്മള് പന്നിയങ്കര മഹലിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇത്രയും കാലം 1974 മുതൽ ഇന്നലെ ഞാൻ കുട്ടികളൊക്കെ പാടെ ഒരു മെനന്റോ തന്നു. കാലത്ത് സേവനം അറബി കോളേജ് ഉണ്ടാക്കി, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാക്കി. അങ്ങനെ സംവിധാനങ്ങളൊക്കെ വിപുലപ്പെടുത്താനൊക്കെ സാധിച്ചു. 74 മുതൽ ആണ് പന്നിയങ്കര. ഡേറ്റ് ഓഫ് ബർത്ത് ഏത് വർഷം ജനിച്ച്? 1934 ജനിച്ച്. ശരി ശരി. ഏപ്രിൽ 15. അപ്പൊ അങ്ങനെ അല്ലാഹു തആല വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിലനിർത്തി. അവന്റെ ഇഷ്ടത്തിലും അവന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി ഈമാൻ സുബൂത്താക്കി മരണപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥനയുള്ളൂ നമുക്ക്. അതുവരെ നമ്മളിങ്ങനെ നമ്മളുടേതായ നിലപാടിൽ ഇങ്ങനെ ജീവിച്ചു. ഞാൻ പറഞ്ഞത് പ്രകാരം ഒരു ഓർമ്മയിൽ MK ഹാജിയെ സംബന്ധിച്ചുള്ള ഓർമ്മക്കുറിപ്പിൽ ഒരു സംഗതി വിട്ടുപോയിരുന്നു. അതായത് ഞങ്ങൾ 1979 കോഴിക്കോട് സിറ്റി കോർപ്പറേഷൻ ഇലക്ഷനിൽ MK ഹാജി സാഹിബ് ചെയർമാനായ അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ 6 പ്രതിനിധികൾ ജയിച്ചു. വാശിയോടെ നടന്ന ഒരു ഇലക്ഷനായിരുന്നു അത്. ആ ഇലക്ഷൻ്റെ കാലത്ത് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് മത്സരിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന് 6 പ്രതിനിധികളെ ജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് സ്റ്റേറ്റ് ഭരിച്ചിരുന്ന ഭരണ കക്ഷിയായിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 പേരെയാണ് കോഴിക്കോട് സിറ്റി കോർപ്പറേഷനിലേക്ക് അത് ജയിപ്പിക്കാൻ സാധിച്ചത്. 6 കോർപ്പറേഷൻ കൗൺസിലർമാരിൽ
ഒരാളായിരുന്നു ഞാനും. അതിൽ ഈ 6 ആളുകൾ ഞങ്ങൾ ജയിച്ചപ്പോൾ ഞങ്ങൾ അമീർ മില്ലത്ത് കെ ഹാജി സാഹിബിന് ഈ സന്തോഷം അറിയിക്കാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ഉപദേശങ്ങളും തേടാനും വേണ്ടി ഞങ്ങൾ 6 പേരും തിരൂരങ്ങാടിയിലേക്ക് പോയി. ജയിച്ചത് കുന്നത്ത് ആലിക്കോയ, PT മൊയ്തീൻ കോയ, PP സെയ്താലിക്കുട്ടി, C അബ്ദുറഹ്മാൻ, P ഇസ്മായിൽ, PK മുഹമ്മദ് എന്ന ഞാനും. ഞങ്ങൾ ടാക്സി വിളിച്ച് തിരൂരങ്ങാടിയിലെത്തി. പാർട്ടി പ്രസിഡന്റ് അമീർ മില്ലത്ത് MK ഹാജി സാഹിബിനെ കണ്ടു. എത്ര മഹത്തരമായ മനുഷ്യ സേവന വഴിയിലാണ് ഞങ്ങൾ എത്തിയത് എന്ന് MK ഹാജി സാഹിബ് ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ചുമതലകളുടെ ഗൗരവം ഉൾക്കൊള്ളാൻ അദ്ദേഹം ഞങ്ങളെ ഉത്ബോധിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, MK പറഞ്ഞു, പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയ ഈ ആയുഷ്കാലത്ത് ചെലവഴിച്ചത് സംബന്ധിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ. നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ട്, നന്മയ്ക്കും തിന്മയ്ക്കും. ഏത് പ്രവൃത്തിയും നന്മയുടെയോ തിന്മയുടെയോ രണ്ടാൽ ഒരു ഏടിലാണ് എഴുതപ്പെടുക. മനസ്സിലായോ? നിയ്യത്തിനനുസരിച്ചാണ് പ്രവൃത്തികൾ വിലയിരുത്തപ്പെടുക. നല്ല പൊതുവഴികൾ നന്നാക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നൊക്കെ തുടങ്ങിയ ഈ ക്ഷേമകരമായ സൽക്കർമ്മങ്ങളാണ് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷനായാലും ഒക്കെ ചെയ്യുന്നതും ചെയ്യേണ്ടതും അത് തന്നെയാണ്. റോഡും പാലവും സ്കൂളും ആശുപത്രിയും ഒക്കെ ജനസേവന പ്രവർത്തനങ്ങളാണ്. രാഷ്ട്രീയത്തിൻ്റെ മേൽവിലാസത്തിലാണ് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത്. എങ്കിൽ പോലും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിന് ഇതിൻ്റെ ഭൗതികമായതിനപ്പുറത്തൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്തുക. അത് നമ്മുടെ ഒരു ലക്ഷ്യത്തിൽപ്പെട്ടതാണ് മുസ്ലിം ലീഗിൻ്റെ. ദീനും ദീനി സ്ഥാപനങ്ങളും അത് സംവിധാനങ്ങളും സംരക്ഷിക്കേണ്ട ചുമതല കൂടി നമുക്കുണ്ടല്ലോ. അത് മറക്കരുത്. നമ്മൾ മനുഷ്യ സേവനത്തിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതി നേടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിയ്യത്ത് നന്നാക്കി പ്രവർത്തിക്കുക, റബ്ബിൻ്റെ സഹായം ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞങ്ങൾ കോഴിക്കോട്ടെത്തുന്നത് വരെ ചർച്ച അമീർ മില്ലത്തിൻ്റെ മഹദ്വചനങ്ങളെ കുറിച്ചായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന അങ്ങനെ എന്തായാലും ഭരണരംഗത്തെ സ്ഥാനമാനങ്ങൾ ഒക്കെ വീതിച്ച് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മളെല്ലാവരുടെയും എല്ലാത്തിൻ്റെയും നിയ്യത്ത് നന്നാക്കി ജനസേവനം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം എന്നായിരുന്നു ബഹുമാനപ്പെട്ട MK ഹാജി സാഹിബിൻ്റെ നിർദ്ദേശങ്ങൾ. അള്ളാഹു തആല ആ മഹാൻ്റെ പരലോകം ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ എത്താൻ അദ്ദേഹത്തിനും നമുക്കും റബ്ബ് തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പരമാവധി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ 2022 പിന്നെ റിട്ടയറായി. അപ്പോൾ 2 വർഷം കുറച്ച് ഫ്രീ കിട്ടിയിരുന്നു. പെൻഷനായി 2 വർഷം. ഞാൻ ഗവൺമെൻറ് സ്കൂൾ നടന്നൂരായിരുന്നു പെൻഷൻ. അപ്പോൾ ഇതൊന്ന് പഠിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ വേറെ പണിയൊന്നും ഏറ്റെടുത്തിക്കില്ല. MK ഹാജിയെ പറ്റിയുള്ള പഠനം തന്നെ കാര്യമായിട്ട്. അപ്പോൾ നിങ്ങളെ പറ്റി പറഞ്ഞത് നമ്മളെ കാലിക്കറ്റ് KSM കോളേജ് മുൻ ലൈബ്രറി ലത്തീഫ് സാഹിബ് പറഞ്ഞു, മാണി സാഹിബിനോട് ചോദിക്കണതാണ്. ലത്തീഫ് ഉണ്ട് മുൻ ലൈബ്രറിയാണ്. അപ്പോൾ മുമ്പ് അഖിലേന്ത്യയിലേക്ക് MSF ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് ചോദിക്കണം. ഞാൻ നമ്മളെ കണ്ടില്ല, പരിചയമല്ല. അപ്പോൾ അങ്ങനെ ഇന്ന് വേറെ ആൾ പറഞ്ഞു പട്ടാമ്പിയിൽ ഒരു മുതിർന്ന ആളുണ്ട്, പക്ഷെ ആൾ കിടക്കുകയാണ്. അദ്ദേഹത്തിന് 1930 ജനിച്ച. അപ്പോൾ ആൾ സംസാരിക്കുമ്പോൾ ഓർമ്മ ഉണ്ടെന്നാണ്. ഞാൻ അവിടെ പോയി പട്ടാമ്പി പോയി തിരിച്ചു പട്ടാമ്പിയിൽ ഒരു
ഞാൻ വീട്ടിൽ പോയി അവിടെ വീട്ടിൽ പോയി അദ്ദേഹം കിടക്കുകയാണ്. അദ്ദേഹം MK ഹാജിന്റെ മകനെ പഠിപ്പിച്ചിട്ടുണ്ട്, ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പം വിവരം കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ പോയി വിവരങ്ങളൊക്കെ കുറച്ചൊക്കെ വാങ്ങി മൂപ്പരെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ പരമാവധി ആളുകളിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ഞങ്ങളെ പറ്റി മരിച്ചു പോവുകയാണ്. ഈട്ടിനെ കണ്ടു, ഈട്ടി മുഹമ്മദ് കണ്ടു, ഈട്ടി മുഹമ്മദ് ബഷീർ മൂപ്പരെ കണ്ടു, അഭിമുഖമൊക്കെ വാങ്ങി ഇതേപോലെ തന്നെ. അപ്പൊ വളരെ സന്തോഷമായി എല്ലാ പരിശ്രമങ്ങളും അള്ളാഹുത്താല വിജയിപ്പിച്ചു തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും സൽഗുണം അതിന്റെ പ്രതിഫലം കിട്ടുന്ന നല്ല സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല നിയത്തോടു കൂടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കും.